സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഡൽഹിയിലും സമാനമായി തന്നെ അയ്യപ്പ ഭക്തരുടെ ഒരു സമ്മേളനം തന്നെ വിളിച്ചിരിക്കുകയാണ്. ഡൽഹി RK പുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ നാളെ ഈ കാണുന്ന സ്റ്റേജിലാണ്, അതായത് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ആയിരിക്കുന്ന ഇന്ദു മൽഹോത്ര ഉൾപ്പെടെയുള്ളവർ, ബാൻസുരി സ്വരാജ്, അതോടൊപ്പം തന്നെ ഡൽഹി ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന അയ്യപ്പ സംഗമം നാളെ ഈ സ്റ്റേജിലാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അതിന്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 2000-ലധികം വരുന്ന അയ്യപ്പ ഭക്തരാണ് നാളെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നാണ് ഈ ഭാരവാഹികൾ നമ്മളോട് പറയുന്നത്. വലിയ ഒരു, അതായത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം അതിനേക്കാളും വളരെ ഗംഭീരമായി തന്നെ അയ്യപ്പ വിശ്വാസികളുടെ ഒരു സംഗമമായി മാറ്റുവാൻ വേണ്ടിയാണ് ഈ പരിപാടി കൊണ്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. നാളെ എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള പരിപാടികളായിരിക്കും സാർ? ഇത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുടെ സംഗമമാണ്. അതോടുകൂടി തന്നെ ഇവിടെ ഒരു അയ്യപ്പ ജ്യോതിയും നടക്കും. ഇവിടെ വരുന്ന ഭക്തന്മാർ എത്രയാണെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ട് പറയാൻ പറ്റില്ല. 2000-ന് മേലിലായിരിക്കും. അത് ഞങ്ങളുടെ മുഖ്യാതിഥിയായിട്ട് വരുന്നത് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മളുടെ കേസിന് ശക്തി കൂട്ടിയതും അവരാണ്. ഇതുവരെ റിട്ടയേർഡ് ഇന്ദു മൽഹോത്ര നാളെ മുഖ്യാതിഥിയായിട്ടും അവരൊരു ഭക്തി ആയതുകൊണ്ട് ഇവിടെ കാണും. കൂടാതെ ഇവിടുത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഭക്തന്മാർ ധാരാളം ഇവിടെ ഉണ്ടായിരിക്കും. ഇതിന് യാതൊരു വേറൊരു ലക്ഷ്യവുമില്ല. ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്തരെ ഞങ്ങൾ ബോധവൽക്കരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്ന് ഡൽഹിയിലെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവർ ഡൽഹിയിലെ അയ്യപ്പൻ്റെ ഭക്തരെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ടുണ്ടായ ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഈ ക്ഷേത്രം വന്നതിന് ശേഷമാണ് ഡൽഹി വികസിച്ചതോടുകൂടി മറ്റു ക്ഷേത്രങ്ങൾ വന്നതും. അയ്യപ്പൻ ക്ഷേത്രം ഇപ്പം പല സ്ഥലത്തും ഉണ്ടെങ്കിൽ പോലും ഇത് ആദ്യത്തെ എന്നുള്ള ഇതിൻ്റെ ഒരു വലിയ ഒരു പ്രസിദ്ധി തന്നെയുണ്ട്. ഞങ്ങളുടെ ഈ അയ്യപ്പ ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വന്നവർ മാത്രമല്ല, ഇവിടുത്തെ ജീവിക്കുന്ന മറ്റു അന്യജാതിക്കാരും ധാരാളമായിട്ട് ഇവിടുത്തെ ഭക്തരാണ്. ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ആരാണ് മലയാളി ആരാണ് നോൺ മലയാളി എന്ന് തന്നെ അറിയാൻ വിഷമമാണ്. അങ്ങനെയുള്ള ഒരു സംഗമം, അവരുടെ സംഗമമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ആഗോള അയ്യപ്പ സംഗമം വിളിച്ചിരിക്കുകയാണ്. അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? രാഷ്ട്രീയ ലക്ഷ്യമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമെന്ന് വെച്ചാൽ അടുത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. പണ്ടത്തെ യുവതി പ്രവേശനവുമായിട്ടുള്ള കേസിൽ ഒരുപാട് നിരപരാധികളെ പേരിൽ കേസുണ്ടാക്കിയെന്ന് മാത്രമല്ല, ജയിലിടുകയും ഇപ്പോഴും കേസ് നടക്കുകയാണ്. ഇവർ ഉദ്ദേശശുദ്ധിയുള്ളവരാണെങ്കിൽ അവരവിടെ കേസ് പിൻവലിക്കട്ടെ, അവരെ സ്വതന്ത്രരാക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ല. അവരെ ജയിലിലടച്ച് കേസും തുടങ്ങുന്നു. എന്നിട്ട് അയ്യപ്പ ഭക്തരാണ്, അയ്യപ്പനുള്ള സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയാണെന്നൊക്കെ ഉള്ള വ്യാജ പ്രചരണം നടത്തിയിട്ട് ആളുകളെ കബളിപ്പിക്കുകയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ്. അവിടെ പണക്കാരെയും പാവങ്ങളെയും, അയ്യപ്പന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു തത്വമാണ് പണക്കാരെന്നും എല്ലാം ഒന്നാണ്, സമത്വമാണ് അയ്യപ്പന്. അവിടെ അങ്ങനെ പണം കൊടുക്കുന്നവർക്കൊരു പ്രത്യേക സ്റ്റാറ്റസ്, അതല്ലാത്തവർക്ക് വേറെ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അയ്യപ്പൻ്റെ അനുഗ്രഹത്തിന് ഒരിക്കലും പാത്രമാകില്ല. ഞങ്ങൾ അതിനെതിരാണ്. നാളെ നടക്കാൻ പോകുന്നത് വിശ്വാസികളുടെ ഒരു ഒത്തുചേരലാണ്. അതായത് ഡൽഹിയിലുള്ള മുഴുവൻ വിശ്വാസികളെയും എത്തിച്ചുകൊണ്ട് വലിയ ഒരു സംഗമത്തിനാണ് ഇപ്പോൾ നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള എത്ര പേരാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഡൽഹിയിലെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ഭക്തരും എത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾ അറിയാൻ കഴിയുന്ന 25ഓളം ബസ്സുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള സകലവിധ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തുകയാണ്. അയ്യപ്പ ഭക്ത സംഗമമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശബരിമലയുടെ വികസനമാണ് ആവശ്യം, അത് കച്ചവടവൽക്കരിക്കുക അല്ല വേണ്ടത്. അപ്പോൾ പമ്പയിൽ നടക്കുന്നത് അത് കച്ചവടവൽക്കരിക്കുകയാണ്. അവർ മറ്റെന്തോ ഉദ്ദേശങ്ങളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആദ്യം ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് യുവതി പ്രവേശനവുമായിട്ട് സംഭവിച്ചിട്ടുള്ള എല്ലാ കേസുകളും, ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കുക. അതുപോലെ തന്നെ ഭക്തരെ വേർതിരിച്ച് അവിടെ 3 കോടി 2 കോടി 1 കോടി ഇങ്ങനെ പല രീതിയിൽ പണം പിരിക്കാനുള്ള ആ നീക്കം ഒഴിവാക്കുക. അയ്യപ്പ ഭക്തനെല്ലാം സാധാരണക്കാരനാണ്. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാ മതസ്ഥരും അയ്യപ്പനെ ഭക്തിയോടെ പൂജിച്ച് അവിടെ എത്തുന്നുണ്ട്. കോടിക്കണക്കിന് ജനങ്ങളാണ് എത്തുന്നത്. ഈ കോടിക്കണക്കിന് ആളുകൾ ഓരോ രൂപ കൊടുത്താൽ ഇവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. അവിടെ അയ്യപ്പൻ്റെ സ്ഥലത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായ വികസനമാണ് അവിടെ ആവശ്യം. ഇതുപോലുള്ളതുള്ള പല ഗിമ്മിക്കുകൾ അല്ല. അത്
ചൂണ്ടിക്കാണിക്കുകയാണ് നാളെ ഞങ്ങളുടെ ഭക്തസംഗമത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്ത് ഞങ്ങൾക്ക് ഇന്ദു മൽഹോത്രജി വരുന്നുണ്ട്, ജസ്റ്റിസ് ഇന്ദു മൽഹോത്രജി. അതുപോലെ തന്നെ ഡൽഹിയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എത്തുന്നുണ്ട്. പിന്നെ ബാസുരി സ്വരാജ് നമ്മുടെ MP എത്തുന്നുണ്ട്. പിന്നെ ഏകദേശം 2500 കൂടുതൽ ഭക്തജനങ്ങൾ എത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. ഞങ്ങളിവിടെ അയ്യപ്പ ജ്യോതി തെളിയിക്കും, ഭക്തി സംഗമം നടത്തുന്നു. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിനെതിരെ ഇപ്പോൾ വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്നത്. അപ്പോൾ അതിനെന്താണ് ഒരു പ്രതികരണം? ഇത് പ്രത്യേകിച്ച് ഞാനതിന് പ്രതികരിക്കുന്നില്ല. കാരണം ഹൈക്കോടതി ഇത് ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു. അത് പത്രങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ്. തീർച്ചയായും ഈ പത്രവാർത്തകൾ വരുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഖജനാവിൽ അയ്യപ്പനെ അവർ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ അയ്യപ്പ ഭക്തരെയും ചതിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് എല്ലാവരും മുന്നിൽ കാണുന്ന ഒരു വിശദീകരണം. അത്തരത്തിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ ഇതിന് പിന്നിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ യുവതി പ്രവേശനത്തിൽ അവർക്കുണ്ടായ ഭക്തജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചെന്നുള്ളത് അവർക്കറിയാം. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു തമാശയാണിത്, മറ്റൊന്നുമല്ല ഇത്. അതായത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഡൽഹിയിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്, അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്ന പ്രതീക്ഷിക്കുന്ന നാളെ മറ്റെന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ടോ? പ്രധാന ചടങ്ങുകളൊന്നുമില്ല. അതായത് ഞങ്ങൾ ദീപം തെളിയിക്കുക എന്നുള്ളതാണ്, ജ്യോതി തെളിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. വേറെ ചടങ്ങുകളൊന്നുമില്ല. എല്ലാവരും ഭക്തരെ ഒന്നിച്ച് സ്വാമിയെ അയ്യപ്പ എന്ന് ഉറക്കെ വിളിക്കും, അതുപോലെ ജ്യോതി തെളിയിക്കും. ഇതാണ് സംഭവിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഘം എന്നുള്ളത് അതൊരു തമാശയാണ്. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് മുൻപിൽ കപട വിശ്വാസം നടിക്കുന്ന ഒരു ഗിമിക്കാണെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ ഭാരവാഹികൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. നാളെ ഡൽഹിയിൽ നടക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു അയ്യപ്പ സംഘവുമാണ്. ഡൽഹിയിലെത്തുന്ന എല്ലാ വിശ്വാസികളെയും അയ്യപ്പൻ്റെ ഭക്തി അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ ഈ RK പുരം അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. വലിയ ഒരു ആഘോഷമാക്കി തന്നെ മാറ്റാൻ തന്നെയാണ് വിശ്വാസികളുടെ തീരുമാനം. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഈ ഭാരവാഹികൾ നമ്മോട് പങ്കുവെക്കുന്നത്. ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജു തോമസ്, മീഡിയ 1.